അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പേരുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയും സംഘപരിവാറും അതേ അയോധ്യയുടെ പേരിൽ തന്നെ തകർന്നില്ലാതാകാൻ പോവുകയാണ്. നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ തെരുവ് നാടകം കളിച്ച BJP, അതിനുശേഷം ശബരിമലയിൽ സ്വർണ്ണമോഷണത്തിൽ CPMകാർ അറസ്റ്റിലാകുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാത്തതിൻ്റെ കാരണം എല്ലാവർക്കും മനസ്സിലായിരുന്നില്ല. CPMന് ശബരിമലയാണ് മോഷ്ടിക്കാനുണ്ടായിരുന്നത് എങ്കിൽ സംഘപരിവാറിന് സാക്ഷാൽ അയോധ്യ തന്നെയാണ് മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ക്ഷേത്രം. രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോളൂ, ശബരിമലയിൽ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ച് കടത്തിയവരെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ്റെ ഭരണത്തിൽ പരമാവധി ശ്രമിച്ചുവെങ്കിൽ ഇന്ന് ആ ഭരണം ഇവിടെ ഇല്ല. ജനങ്ങൾ എടുത്ത് ദൂരെ കളഞ്ഞു. അതിന് സമാനമാണ് UP എന്ന് ഓർക്കുന്നത് നല്ലതാണ്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭാവന തട്ടിപ്പിൽ ഉത്തർപ്രദേശ് പോലീസ് നടത്തുന്ന അന്വേഷണം പ്രതികളെ രക്ഷിക്കാനാണെന്നിരിക്കെ അടുത്ത മാർച്ച് മാസത്തിനുള്ളിൽ, അതായത് 8 മാസത്തിനുള്ളിൽ നടക്കേണ്ടിയിരിക്കുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിധിയും മറച്ചാകില്ല എന്നുറപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം പണി തുടങ്ങിയിട്ടുണ്ട്. UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ട് വന്ന് ആ വിഷയത്തിൽ ഇടപെട്ടു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിൽ നടന്നതായി പറയപ്പെടുന്ന തട്ടിപ്പും ക്രമക്കേടുകളും കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയാണ് മുറിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ ശ്രീരാമൻ്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്നും അന്വേഷണം തൃപ്തികരമല്ലെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയതോടെ ഹൈന്ദവ വിശ്വാസികൾ UP ഭരണകൂടത്തിനും അതുപോലെ മോദി സർക്കാരിനും എതിരായി മാറുകയാണ്. ഉത്തരേന്ത്യ മുഴുവൻ BJPയുടെ ഒരു അടിത്തറ തന്നെ ഇളക്കാൻ സാധ്യത ഉള്ളതാണ് ഈ അയോധ്യ ക്ഷേത്രത്തിലെ തിരിമറി. പതിറ്റാണ്ടുകാലമായി അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പേരും പറഞ്ഞ് അധികാരത്തിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു BJP. അതിൽ 2014 ശരിക്കും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നവർ അതേ പേരിൽ തന്നെ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. തട്ടിപ്പിൽ ഉന്നതതല ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. താഴെ തട്ടിലുള്ള ജീവനക്കാർക്ക് മാത്രമായി CCTV ക്യാമറകൾ ഓഫാക്കാനും ആയിരക്കണക്കിന് കോടി രൂപയുടെ സംഭാവനകളിൽ കൃത്രിമം കാണിക്കാനും ഒരിക്കലും സാധിക്കില്ല. എന്നിരിക്കെ ഇതിന് പിന്നിൽ സംഘപരിവാറിൻ്റെ അമ്പലക്കള്ളന്മാർ എന്ന് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. സാധാരണ ജീവനക്കാരുടെ തലയിൽ കുറ്റം കെട്ടിവെച്ച് യഥാർത്ഥ കുറ്റവാളികളായ ഉന്നത തലത്തിലുള്ളവരെ രക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് BJP സർക്കാർ നടത്തുന്നത്. ഇത്രയും വലിയൊരു അഴിമതി രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ഇതിന് പിന്നിൽ ഉന്നതതല ബന്ധങ്ങളുണ്ടെന്നും UP കോൺഗ്രസ് നേതൃത്വം തെളിവ് സഹിതം പറയുകയാണ്. അതെല്ലാം തെളിയിക്കപ്പെട്ടാൽ യോഗി ആദിത്യനാഥിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ചവറ്റുകൊട്ടയിലായിരിക്കും. ഈ മാർച്ച് വരെ അദ്ദേഹത്തിന് കാലാവധിയുള്ളൂ. നേരത്തെ ശ്രീരാമൻ്റെ പേരിൽ വോട്ടുകൾ കൊള്ളയടിച്ച BJP ഇപ്പോൾ അതേ ശ്രീരാമൻ്റെ പേരിൽ നോട്ടുകൾ കൊള്ളയടിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. അത് ജനങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് വരികയാണിപ്പോൾ. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും രാമക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിട്ട് അതിൻ്റെ നിയന്ത്രണം ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ള മതനേതാക്കളെ ഏൽപ്പിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 8 പേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്യുകയും 80 ലക്ഷം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൻ്റെ സദാചാര ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ട്രസ്റ്റിൻ്റെ ആളുകൾ രാജിവെച്ചുവെങ്കിലും അത് അന്വേഷണത്തെ പേടിച്ചിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയിട്ടും അതിനെ മറച്ചു വെക്കാൻ BJP സർക്കാർ കൂട്ടുനിൽക്കുന്നത് ജനങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. അതായത് 2025 ഏപ്രിൽ മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള കാലയളവിലെ ക്രമക്കേടുകൾ മാത്രമാണ് നിലവിൽ പരിശോധിക്കുന്നത്. എന്നാൽ അതല്ല യഥാർത്ഥ കൊള്ള. പണവും സ്വർണവും വെള്ളിയും ഉൾപ്പെടെ ചമ്പത് റായിയുടെ കാലയളവിൽ നഷ്ടപ്പെട്ട സമ്പത്തിൻ്റെ പൂർണ്ണ രൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് വലിയൊരു മഞ്ഞുമല തന്നെയാണ്. രാമക്ഷേത്രത്തിലെ 42 ദിവസത്തിനിടെ നടന്ന 70 മോഷണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മഞ്ഞുമലയുടെ വെറും അറ്റം മാത്രമാണെന്നും പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ സൂത്രധാരന്മാരെ കണ്ടെത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി ആ സമരം ഇന്ത്യ മുന്നണി ഏറ്റെടുക്കുകയാണ്. സമാജ്വാദി പാർട്ടി നേതാവ് മുൻ മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് യാദവ് മുന്നിൽ നിന്ന് തന്നെ അത് നയിക്കും. നരേന്ദ്രമോദിയുടെയും RSSൻ്റെയും വിശ്വസ്തനായിരുന്ന ചമ്പത് റായിയുടെ രാജി
അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് എന്ന് ഈ രാജ്യം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ അയോധ്യ വെറുമൊരു ക്ഷേത്രമല്ല, ഇതൊരു ഹൈന്ദവരുടെ എന്ന് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ വൈകാരികമായ ഒരു വിഷയം കൂടിയാണ്. അതിനെയാണ് ഈ സംഘപരിവാറുകാരും BJP-ക്കാരും മൗനസമ്മതത്തോടെ മോഷ്ടിക്കാൻ നോക്കുന്നത് എന്നുള്ളത്. വിശ്വാസികളെയെല്ലാം പറഞ്ഞ് പറ്റിക്കുകയാണ്. രാമക്ഷേത്രം ഉദ്ഘാടനത്തിനെല്ലാം പോയി മോദി ചെയ്തത് നമ്മൾ കണ്ടു. വലിയ രീതിയിൽ പൂജാകർമ്മങ്ങളൊക്കെ നടത്തി. തന്നെക്കാളും വലിയ പൂജാരി ഇല്ലെന്നും ശ്രീരാമന് തന്നെ മുകളിലാണ് താനെന്നുമുള്ള തരത്തിൽ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടന ദിവസം നാടകം കളിച്ച നരേന്ദ്രമോദിക്ക് അവിടുത്തെ മോഷ്ടാക്കളെ പിടിക്കാനല്ല, പുറത്താക്കാൻ വരെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. ശബരിമലയിൽ പിണറായി വിജയൻ ചെയ്തത് എന്താണോ അത് തന്നെയാണ് അയോധ്യയിൽ നരേന്ദ്രമോദിയും UP സർക്കാരും RSSും ചെയ്തത്. അപ്പോൾ ശിക്ഷയും പിണറായിക്ക് കിട്ടിയത് തന്നെയാണ് നരേന്ദ്രമോദിയെയും കാത്തിരിക്കുന്നത്. അതിൻ്റെ തീഷ്ണമായ സമരത്തിനാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തുടക്കം കുറിച്ചിരിക്കുന്നതും. യോഗിയുടെ തോൽവി UPയിൽ സംഭവിച്ചാൽ ഈ മാർച്ചിലോടുകൂടി മോദിയുടെ കൂടി പടിയിറക്കമായിരിക്കും എന്നുറപ്പിക്കാം. അയോധ്യയുടെ പേരിൽ വന്നവർ അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നരേന്ദ്രമോദി ആ ഇരിപ്പിടത്തിൽ പിന്നെ ഇരിക്കില്ല എന്നുറപ്പാണ്.